നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ ഒപ്പീനിയനിൽ മൈക്കൽ കാരക്കിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിശ്വാസത്തിലെടുക്കണം, അദ്ദേഹത്തെ പെർമനൻ്റ് കോച്ചാക്കി മാറ്റണം. പറയുന്നത് കാസമിറോയാണ്. കാസമിറോയുടെ വാക്കുകൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാസമിറോ പറയുന്നു, ഇൻ മൈ ഒപ്പീനിയൻ കാരിക്ക് യുണൈറ്റഡ് ജോബ് പൂർണ്ണമായിട്ടും അർഹിക്കുന്നുണ്ട്. അദ്ദേഹം ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചാവാനുള്ള നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ഓൾറെഡി അദ്ദേഹം കാണിച്ചു തന്നു കഴിഞ്ഞു. സോ അദ്ദേഹം ക്ലബിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പെർമനൻ്റ് കോച്ചാക്കാൻ എല്ലാ വിധത്തിലുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ കാസമിറോ പറയുന്നത്. നമുക്കറിയാം, മൈക്കൽ കാരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമായിരുന്നു മുമ്പ്. നിരവധി കിരീടങ്ങൾ ആ കാലഘട്ടത്തിൽ നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ അവരുടെ ഇൻട്രിം കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. റൂബൻ അമോറിമിനെ പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹം കോച്ചായി വന്നു. ഇതിനിടക്കും മുമ്പൊരിക്കൽ അദ്ദേഹം ഇൻട്രിം കോച്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് ഒരു പക്ഷേ മറ്റൊരു കോച്ചിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവന്നേക്കാം. എന്നാൽ ഇപ്പോൾ മൈക്കൽ കാരിക്ക് പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം യുണൈറ്റഡ് നടത്തുന്ന കുതിപ്പൊന്ന് നോക്കണം. പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്തേക്ക് വരെ അവർ കുതിച്ചെത്തിയിട്ടുണ്ട്. അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിന് അവർ യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ തന്നെ അവിടെ നിലനിർത്തണം എന്നുള്ള ആവശ്യം ഏതായാലും കാസമിറോ ഉന്നയിക്കുന്നത്. അപ്പോൾ ചോദ്യം, ഇതൊക്കെ പറഞ്ഞിട്ട് കാസമിറോ അടുത്ത കൊല്ലം അവിടെ ഉണ്ടാവുമോ? വൺ മോർ ഇയർ കാസമിറോ എന്ന് ഓരോ കളിയിലും ആരാധകർ ചാൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷേ കാസമിറോ അവിടെ തുടരാൻ സാധ്യതയില്ല. അദ്ദേഹം മയാമിയിലേക്ക്, ഇൻ്റർ മയാമി കളിക്കാൻ വേണ്ടി, മെസ്സിക്കൊപ്പം കളിക്കാൻ വേണ്ടി ചേക്കേറുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.